ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം, 4 മണി പലഹാരം ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഇഡ്ഡലി മാവാണ് വേണ്ടത്. അത് നമ്മൾ കുറച്ച് ലേശം വെള്ളം ചേർത്ത് കുറച്ച് ലൂസാക്കണം. എന്നിട്ട് നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ പച്ചമുളക് ഞാൻ ഒരു 2 എണ്ണം എടുത്തിരിക്കുന്നത്, പിന്നെ കറിവേപ്പിലയുണ്ട്, ഉഴുന്നുണ്ട്, അതൊക്കെ ഓരോ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, കുരുമുളക്, പിന്നെ വലിയ ഉള്ളി ഒരെണ്ണം തരിഞ്ഞുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ജീരകം, ഇഞ്ചി, മല്ലിത്തലയൊക്കെ ചേർക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് ഇഞ്ചിയും ജീരകവും ചേർക്കുന്ന ഇഷ്ടമല്ല, ഇവിടെ കഴിക്കില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ട് ഈ മാവിൻ്റെ മിക്സിൽ നമ്മൾ ചേർക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു പാനിൽ. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിൽ കടുക് ഇടുന്നു. കടുക് പൊട്ടിത്തരുന്ന സമയത്ത് ഉഴുന്ന്, കുരുമുളക്, എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ല. മല്ലിത്തലയൊക്കെ ചേർത്താൽ നല്ലൊരു മണവും ഇതൊക്കെ ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇടാം. ഇഞ്ചിയൊക്കെ ചേർത്താൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അത് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ഇതൊക്കെ ചേർത്താൽ ഒന്നും കൂടി ഒരു മണം ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്നും വല്ലാതെ ഡ്രൈ ആവുമൊന്നും വേണ്ട. ഒരു വിധം വഴറ്റിയ ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഇതിനെ മിക്സ് ചെയ്യും. ഇത് മാവിലേക്ക് ആഡ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ചട്നി, ചമ്മന്തിയൊക്കെ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് കുറേ നേരം അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാട്ടോ ഇത് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ പാചകത്തിൽ ഉപയോഗിക്കുന്ന ഏത് എണ്ണയിലധികം നമ്മളെപ്പോഴും ഓയിലാണ് നല്ലത്. വെളിച്ചെണ്ണയേക്കാളും ടേസ്റ്റ് ഒന്നും കൂടി, പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ നല്ലത് ഓയിലാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കുറേശ്ശെ ഈ കുഴികളിൽ ഒഴിച്ചു കൊടുക്കുക. വളരെ ചെറിയ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ, അതുകൊണ്ട് വളരെ ചെറിയ ഇതേ കിട്ടും. പൊന്തിയിട്ട് തന്നെ ഉണ്ടോ, ഇങ്ങനെ വരണം. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം. നമ്മളതിനെ വീണ്ടും തിരിച്ചിടണമെങ്കിൽ ഇതിനെ നമുക്ക് ബ്രൗൺ കളറാക്കണ വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല ഒരു മുരിഞ്ഞ് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത്ര ഈസി ആയിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് കൊണ്ട് വളരെ ഈസിയാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞു മറക്കണ്ട, മല്ലിത്തല, ഇഞ്ചി, അതുപോലെ
ജീരകം ഇതെല്ലാം നമ്മൾ ചേർക്കും. പക്ഷേ നമ്മൾ അതും കൂടി ചേർക്കൊന്നും കൂടി മണവും ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ റെഡിയായി. നോക്കൂ, ചട്നി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.